രാവിലെ 1/2 കിലോ ബീഫ് കറി വെക്കാൻ പോവുകയാണ്. അതിനായിട്ട് ചട്ടി ചൂടായപ്പം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇത് ഒന്ന് നന്നായിട്ട് വഴണ്ട് വരട്ടെ. അതുവരെ നമുക്കൊന്ന് കാത്തിരിക്കാം. അല്പം മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പ്, രണ്ട് കൊച്ചു പട്ടയും ഒരേലക്കായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പരുവം മതി. നമ്മളിത് കോരി മാറ്റാൻ പോവുകയാണ്. ഈ ചട്ടിയിലോട്ട് തന്നെ ഇറച്ചി അതായത് ബീഫ് നമ്മൾ വഴട്ടിയെടുക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ ഉള്ളി വഴട്ടിയെടുത്ത ആ ചട്ടിയിലേക്ക് തന്നെ നമ്മൾ ബീഫ് ഇട്ട് കൊടുത്ത് ഒന്ന് വഴട്ടി ആവിയിൽ വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഒരു പകുതി വേവാകുമ്പോഴേക്ക് മാത്രം നമ്മൾ ഉള്ളി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഞാൻ അല്പം കൊഴുപ്പ് ചേർക്കും. എനിക്കതാണ് ടേസ്റ്റ്. നിങ്ങൾക്ക് കൊഴുപ്പ് വേണ്ട എങ്കിൽ നിങ്ങൾ ചേർക്കേണ്ട. അപ്പോൾ ഇത് ഒന്ന് ഹാഫ് വേവാകുമ്പോഴേക്ക് നമുക്ക് ബാക്കി മുളകും മല്ലിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ മൂടി വെച്ച് ആവിയിൽ നമുക്ക് വേവിച്ചെടുക്കാം. പകുതി വേവായിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒന്ന് എടുത്ത് ഞെക്കുമ്പോൾ അറിയാണ്ട് പകുതി വേവായിട്ട്. ഇതിലേക്ക് ഇനി കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന്. എനിക്ക് കുറച്ച് എരിവ് മതി. കാശ്മീരിയും കൂടെ ഉണ്ട്, രണ്ടും കൂടെ ചേർത്താണ്. മല്ലിപ്പൊടി കുറച്ച്. മല്ലിപ്പൊടി ഞാൻ മുളക് പൊടിക്ക് താഴെ മാത്രമേ ചേർക്കത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് വഴട്ടിയെടുക്കാം. നമുക്ക് ഒന്ന് കളറ് മാറുന്നത് വരെ ഒന്ന് അടച്ച് വയ്ക്കാം. കുറച്ച് കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കണം. ചതച്ച കുരുമുളകാണ്. മുളക് പൊടിയുടെ മല്ലിപ്പൊടിയുടെയൊക്കെ പച്ചപ്പൊക്കെ നന്നായിട്ട് മാറി നല്ലതായിട്ട് കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി വഴട്ടി വെച്ചിരിക്കുന്ന ഉള്ളികൾ ചേർത്ത് കൊടുക്കണം. ഉള്ളിയും പച്ചമുളകും എല്ലാം വഴട്ടി വെച്ചിരുന്നില്ലേ, അത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ലേശം മസാല, എന്നിട്ട് കറിവേപ്പില, എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തക്കവണ്ണം നമ്മൾ തിളപ്പിച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തക്കവണ്ണം ഒഴിച്ചു കൊടുക്കുക. ഇനി വേവട്ടെ. പകുതി വേവേ ആയിട്ടുള്ളൂ. ഇനി അടുപ്പിൽ തന്നെ നിന്ന് ഫുള്ളായിട്ടുള്ള വേവ്, അതായത് നമുക്ക് ആവശ്യത്തിനുള്ള വേവിലേക്ക് നമ്മൾ വേവിച്ചെടുക്കണം. നന്നായിട്ട് കുറുകി വരുന്നുണ്ട്, വെന്തിട്ടുമുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ഒരു കൊച്ചു കപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇതെല്ലാത്തിലും പിടിച്ച് നന്നായിട്ട് ഒരു 15 മിനിറ്റ് നേരവും കൂടെ ഈ വെന്ത് കിട്ടണം. എങ്കിൽ മാത്രമേ അത് പാകത്തിനുള്ള വേവാകത്തുള്ളൂ. ഒന്നെങ്കിൽ അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അടിപൊളി ടേസ്റ്റും അടിപൊളി തിക്കുമായിട്ടുള്ള നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നല്ല പച്ചത്തേങ്ങയുടെ പാൽ തന്നെ ചേർക്കണം. എങ്കിലേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. മധുരം അല്ലെങ്കിൽ കാണും. അതുകൊണ്ട് നല്ല പച്ചത്തേങ്ങയുടെ പിന്നെ പാൽ തന്നെ ചേർക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്യണം.